പരീക്ഷകൾക്ക് പുറമെ പരീക്ഷകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പഠിക്കാൻ പറ്റുന്നില്ല മാഷെ, പഠിച്ചൊന്ന് ഓർത്തു വെക്കാൻ പറ്റുന്നില്ല സാറേ എന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ മക്കളെല്ലാവരും പോയിട്ട് ഒരു ഫയർ ഇമോജി കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ഒരിക്കലും സ്വീറ്റുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. അഥവാ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്, ഷുഗർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചോക്ലേറ്റ്സ് പോലെയുള്ള ഡോണറ്റ്സ് പോലെയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വയറ് നിറച്ച് കഴിക്കാതിരിക്കുക. കാരണം വയറ് നിറച്ച് കഴിച്ചാൽ നിങ്ങളുടെ പഠിക്കുന്ന സമയത്ത് ഉറക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷുഗർ മേ സ്ലോ ഡൗൺ യുവർ ബ്രെയിൻ ആക്ഷൻ എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ, ഫോക്കസിനെ, നമ്മുടെ റീസണിങ് എബിലിറ്റിയൊക്കെ ഈ ഷുഗറിൻ്റെ ആക്ഷൻസ് സ്ലോ ഡൗൺ ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മക്കളെ, എന്തെന്ന് അറിയോ, ചേഞ്ച് ദ മൈൻഡ് സെറ്റ്. ഇത്ര കാര്യങ്ങൾക്ക് പഠിക്കാനുണ്ടോ എന്നുള്ളതിൽ നിന്നും നിങ്ങൾ ഇതേ ഉള്ളൂ എനിക്ക് പഠിക്കാൻ, ഇതൊക്കെ ഞാൻ കൂട്ടിയാൽ കൂടുമോ എന്ന മൈൻഡ് സെറ്റിൽ നിന്നും ഇത് എന്നെക്കൊണ്ട് സാധിക്കോടാ, ഞാൻ നോക്കിയാൽ തീരും എന്ന രീതിയിലോട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റുക. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, മൈൻഡ് സെറ്റ് ക്യാൻ ക്രിയേറ്റ് മിറാക്കിൾസ് ഓൺ യുവർ ലൈഫ്. നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്റ്റഡീസിലോട്ട് നമ്മൾ മൈൻഡ് സെറ്റിനെ പോസിറ്റീവായിട്ട് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് ടിപ്പ് ഈസ് മക്കളെ, നമ്മൾ ടൈമർ യൂസ് ചെയ്യുക. സർ എന്തിനാണ് ടൈമർ? നമ്മൾ ടൈമർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോമോദോറോ ടെക്നിക്ക് പറയാറില്ലടാ, 25 മിനിറ്റ് പഠിക്കുന്നു, 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. ഈ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന, മാക്സിമം നമ്മളെ ഹാപ്പി ആയിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള സോങ് പ്ലേ ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഏർപ്പെടുകയോ ചെയ്യുക. ആൻഡ് ദാറ്റ് റിമെയിൻ 25 മിനിറ്റ്സ്. നമ്മൾ പഠിക്കുന്ന 25 മിനിറ്റിലാണ് മാക്സിമം എബിലിറ്റിയിൽ, മാക്സിമം എഫിഷ്യൻസി നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റണം. നമ്മൾ ബ്രെയിനിനെ പുഷ് ചെയ്യാൻ ചെയ്യുന്നത്, അല്ലാതെ ബ്രെയിനിനെ പാനിക് ആക്കില്ല. അയ്യോ 25 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ഫോട്ടോസിന്തസിസ് മൊത്തം പഠിക്കണോ? ആ രീതിയുടെ ബ്രെയിനിനെ ഒരിക്കലും പാനിക് ആക്കരുത്. ബ്രെയിനെ പുഷ് ചെയ്യുക, 25 മിനിറ്റ് കൊണ്ട് ഞാനിത് ചെയ്യും എന്ന രീതിയിലൂടെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല പ്രോക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാനും, അഥവാ പിന്നീടോട്ട് മാറ്റി വെക്കാം, നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാളെ ചെയ്യാം, ഒരുപാട് സമയമുണ്ടല്ലോ, പരീക്ഷയ്ക്ക് ഇനി ഒരു ആഴ്ചയില്ല മാഷെ എന്ന രീതിയിൽ നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനും ടൈമർ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് സാധിക്കും. എന്ന് മാത്രമല്ല മക്കളെ, അടുത്തൊരു ടോപ്പിക്കാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യമാണ് പ്രിയോറിറ്റൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അഥവാ നിങ്ങളൊരു 20-80 റൂൾ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു പാഠം എടുക്കുകയാണെങ്കിൽ ആ പാഠത്തിൻ്റെ 80% ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതും ഒരു 20% ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ നിന്നുമായിരിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു ന്യൂറോൺ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പാഠം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും ആൻഡ് ന്യൂറോൺസ് ഒക്കെ ഉള്ളതാണ്. ഈ ന്യൂറോൺസ്, ബ്രെയിൻ, സ്പൈനൽ കോഡ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ നിന്നുമാണ് ആ പാഠത്തിൻ്റെ 80% ഓഫ് ദ ക്വസ്റ്റ്യൻ വരാറുള്ളത്. അത് ഈ പാഠം എന്നല്ല, എല്ലാ പാഠം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു 20-80 റൂൾ നിങ്ങളത് കാണാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു 20% ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ നിന്നുമാണ് 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. മക്കളെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ ആൻസറിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സ്റ്റഡി ആൻസേഴ്സ്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പാഠത്തിൻ്റെ ഏറ്റവും അവസാനത്ത് കാണുന്ന ക്വസ്റ്റ്യൻ ആൻസറിലട അവിടുന്ന് പഠിച്ചു തുടങ്ങുക. കാരണം അത് സാധാരണ ആരും അത്ര ഉപയോഗിക്കാത്ത ടെക്നിക്കാണ്. അത് പഠിച്ചു തുടങ്ങിയാൽ മെച്ചം എന്താണെന്ന് വെച്ചാൽ, അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അത് പഠിക്കുന്ന സമയത്ത് ഏത് ഭാഗത്തിൽ നിന്നുമാണോ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരേണ്ടതെന്ന് മനസ്സിലാകും, ഏത് ഭാഗമാണോ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളത് എൻ്റെ മക്കൾക്ക് മനസ്സിലാകും. അപ്പോൾ അത് വായിച്ചിട്ട് ഇല്ലേ ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് സ്റ്റാർട്ട് വിത്ത് ആൻസേഴ്സ് എന്നുള്ളതാണ്. മക്കളെ, അടുത്ത കാര്യമാണ് വീക്ക് പോയിന്റിനെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് മാറ്റാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അഥവാ മാസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ബോഡിക്കും ഭയങ്കര ഹാപ്പിനെസ് നൽകും അല്ലേ. അപ്പോൾ പഠിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്നു, വീണ്ടും നമ്മൾ ഡോപ്പമൈൻ റിലീസ് വരുന്നു, നമ്മൾ ഹാപ്പി ആകുന്നു. അത് ചെയ്യുന്നതിന് പകരം പഠിച്ച കാര്യം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ പഠിക്കാത്ത ഒരുപാട് പോയിന്റുകൾ ഉണ്ടാകും. അതേ പാഠത്തിൽ പഠിക്കാത്ത ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഉണ്ടാകും, അത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അത് വീക്ക് പോയിന്റ് എന്ന് കരുതി നമ്മൾ ചിലപ്പോൾ മാറ്റി വെച്ചതായിരിക്കും അല്ലേ, ഇത് ഒരുപാട് പഠിക്കാണ്ടല്ലോ അവസാനം ചെയ്യാം എന്ന രീതിയിൽ മാറ്റി വെക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മാറ്റി വെച്ച ടോപ്പിക്കായിരിക്കും. ആ ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ മേലെ വർക്ക് ചെയ്തിട്ട് ആ വീക്ക് പോയിന്റുകൾ എന്ത് ചെയ്യണം, പൊട്ടിച്ച് കളയുക, അതിൽ നിന്നും റിസൾട്ട് ഉണ്ടാക്കുക. മക്കളെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് പോയിൻ്റ് മക്കളെ എന്ത്, യൂസ് AI ടൂൾസ്. ഒരിക്കലും നമ്മൾ ഹൈസ്കൂൾ മക്കളോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മക്കൾസോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കാത്തൊരു ടെക്നിക്കാണ് AI ടൂൾസ് ഉപയോഗിക്കുക എന്നുള്ളത്. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് അറിയാം
അറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഏതൊരു ടോപ്പിക് ഉണ്ടെന്നെങ്കിൽ ആ ജസ്റ്റ് ടെക്സ്റ്റ് ഫോട്ടോ എടുത്തിട്ട് AI കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ജെമിനി, ChatGPT, ഗ്രോക്ക്, പെർപ്ലക്സിറ്റി പോലെ 9,000 AI ടൂൾസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾ ഏതൊരു AI ടൂളിലോട്ട് നിങ്ങൾക്ക് അറിയാതെ ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ 1ാം ക്ലാസ് കുട്ടിക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് തരുന്ന നിർമ്മിത ബുദ്ധികൾ AI ടൂൾസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണടാ. ഇതുപോലെയുള്ള ഒരുപാട് സ്റ്റഡി ഹാക്കുകളുണ്ട്. നമ്മൾ ഒരുപാട് സ്റ്റഡി ഹാക്ക് പല ടിപ്സൊക്കെ എൻ്റെ മക്കൾക്ക് പലരും പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ എത്രത്തോളം ആളുകൾ പറഞ്ഞ് കേൾക്കാത്ത അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു സ്റ്റഡി ഹാക്കിൽ നിന്നും അഥവാ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യുക, ആ ഹുക്കിൽ പിടിച്ച് ജീവിതത്തിൻ്റെ മുകളിലോട്ട് കയറി പോകാൻ ഞങ്ങൾ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്, സീ യു സൂൺ. താങ്ക് യു.